ഗാന്ധിജി ജനിച്ചതെന്നാ? ഒക്ടോബർ 2-നാണ് ഗാന്ധിജി ജനിച്ചത് അല്ലേ? ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്നാ? കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 30 അംഗനവാടികളിലും ബുധൻ ശനി ദിവസങ്ങളിൽ കടുത്ത ചൂടിനെ അതിജീവിക്കുന്നതിൻ്റെ കുട്ടികൾക്ക് സാലഡ് ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ്. പ്രദേശത്തുള്ളവരും രക്ഷിതാക്കളും അവർക്ക് വേണ്ടിയുള്ള ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ട്. വനിതാ ശിശു വികസന വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം എല്ലാ അംഗനവാടികളിലും അക്ഷയപാത്രമുണ്ട്. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും പച്ചക്കറിയാണ് സാധാരണ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വേനലുമായിട്ട് ബന്ധപ്പെട്ടാണ് പഴങ്ങൾ കൂടുതൽ അക്ഷയപാത്രത്തിൽ നിക്ഷേപിക്കാനായിട്ട് രക്ഷകർത്താക്കളോട് പറഞ്ഞത്. രക്ഷകർത്താക്കളുടെ ഒരു സഹായം കൊണ്ട് മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. കുട്ടികൾ മാത്രമല്ല, ചൂടുകാലത്ത് മുതിർന്നവരും പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘു നമുക്കൊപ്പം ഉണ്ട്. ഈ ആലപ്പുഴ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞാൽ വളരെ കാർഷിക പ്രാധാന്യമുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ചില സങ്കട വാർത്തകൾ, ഈ പടവലങ്ങയൊക്കെ അടിച്ചുകൊണ്ട് പോയ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കൂടുതൽ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാഴ്ചയാണ്. രഘു, കുട്ടികൾക്ക് എന്തായാലും അല്ലേ ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ക്ലാസ്സിൽ ചെന്നാൽ ഇത് കിട്ടുന്ന പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി ഒരു ആവേശമായിരിക്കും അംഗനവാടിയിലേക്കൊക്കെ പോകാനും അല്ലേ? നമ്മുടെ സ്കൂളുകളിലൊക്കെ വാട്ടർ ബെൽ എന്നുള്ളൊരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അതായത് വേനൽക്കാലത്ത് കുട്ടികൾ വെള്ളം കുടിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് വാട്ടർ ബെൽ. അതേപോലെ വേണമെങ്കിൽ നമുക്ക് മാതൃകയാക്കാം, അല്ലെങ്കിൽ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കാൻ പറ്റുന്നൊരു പദ്ധതിയാണ് ഈ സാലഡ് ഡേയും. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിന്നുള്ള പല പദ്ധതികളും നമ്മൾ മാതൃകയാക്കിയിട്ടുണ്ട്. ജൈവ പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയും ചെയ്തു. ഇത് സാലഡ് ഡേ എന്ന് പറയുമ്പോൾ അതായത് 2 ദിവസം, ആഴ്ചയിൽ 2 ദിവസമാണ് കുട്ടികൾക്ക് സാലഡ് നൽകുന്നത്. അതിനുവേണ്ടിയുള്ള പഴങ്ങൾ രക്ഷകർത്താക്കളാണ് കൊണ്ടുവരുന്നത്. രക്ഷകർത്താക്കൾക്കും വലിയ സന്തോഷമാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ആണെങ്കിലും അവർ വീട്ടിലാണെങ്കിൽ എത്രത്തോളം നിർബന്ധിച്ചാണ് അവർ ആഹാരം കഴിക്കുന്നതെന്ന് നമുക്കൊക്കെ കുട്ടികളുള്ളവർക്കെല്ലാം നല്ല ബോധ്യമുള്ളതാണ്. പക്ഷേ അവർ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ചെന്നാൽ, ഒരു കൂട്ടത്തിലേക്ക് ചെന്നാൽ അവർ എന്ത് ആഹാരമാണെങ്കിലും ധാരാളം കഴിക്കും. അതുകൊണ്ട് തന്നെ ഈ രക്ഷിതാക്കൾക്കൊക്കെ വലിയ സന്തോഷമാണ് ഈ ഫ്രൂട്ട്സ് കൊടുത്തു വിടാൻ. കാരണം വീട്ടിൽ വെച്ച് അവർ കഴിക്കില്ല, ഇവിടെ ആകുമ്പോൾ കുട്ടികളോടൊപ്പം കഴിക്കുകയും ചെയ്തു. ഒരു വലിയ ഗ്ലാസ്സിൽ നിറയെ കുട്ടികൾക്ക് സാലഡ് കൊടുക്കുന്നുണ്ട്. അത് രക്ഷകർത്താക്കളൊക്കെ വലിയ താല്പര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ എങ്ങനെയെങ്കിലും ഇത് കഴിച്ചോട്ടെ എന്നുള്ളതാണ് രക്ഷകർത്താക്കളുടെയൊക്കെ ഒരു മൊത്തത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡ്. എന്തായാലും ഇത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 40-ലധികം ശരിയാണ് രഘു പറഞ്ഞ പോലെ വീട്ടിൽ ഇതൊന്നും കഴിക്കാത്ത കുട്ടികളും സ്കൂളിൽ പോയാൽ നല്ല ആവേശത്തോടെ അച്ചാറും അല്ലെങ്കിൽ മോരുകൂട്ടാനും ഒക്കെ കഴിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള അനുഭവമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ നല്ല ഉഷാറായിരിക്കട്ടെ. ഒപ്പം ഈ ചൂടിനെ മറികടക്കാനുള്ള ഒരു വഴിയും ഇതാണ്. മറ്റ് അംഗനവാടികൾക്കും ഒക്കെ വേണമെങ്കിൽ പ്രാവർത്തികമാക്കാവുന്ന കാര്യമാണ്.